നമസ്കാരം, BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴയിൽ നടന്നുവരുന്ന കാർഷിക മേളയിൽ തിരക്കേറുന്നു. ഞായറാഴ്ച നടന്ന സെമിനാർ മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മൂലമറ്റം റോഡിൽ മുട്ടത്ത് കാറും KSRTC ബസും കൂട്ടിയിടിച്ചു. 10ഓളം പേർക്ക് പരിക്ക്. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC തൊടുപുഴ താലൂക്ക് കൺവെൻഷൻ നടത്തി. ES ബിജിമോൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മയിലക്കൊമ്പ് പ്രത്യാശ ഭവൻ ലഹരി വിമോചന കേന്ദ്രം വാർഷികം ആഘോഷിച്ചു. മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ന് വിട. പുത്തൻ പ്രതീക്ഷകളുമായി 2013 കടന്നുവരുന്നു. കാഞ്ഞാർ പ്രോഗ്രസീവ് യൂത്ത് ക്ലബ് പ്രവർത്തനം തുടങ്ങി. MK പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വഴുത്തല സീക്കോ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. സീക്കോ വഴുത്തല ജേതാക്കളായി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന സംസ്ഥാന കാർഷിക മേളയിൽ കാഴ്ചക്കാരുടെ തിരക്കേറുന്നു. ഒരു ദേശീയ ഉത്സവത്തിന്റെ പ്രതീതി ഉണർത്തിക്കൊണ്ട് തൊടുപുഴയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ നെഞ്ചേറ്റിക്കഴിഞ്ഞ സംസ്ഥാന കാർഷിക മേളയിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളും ഒഴുകുകയാണ്. തിരക്കിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ടിക്കറ്റ് കിട്ടാതെയും ആൾത്തിരക്ക് കാരണവും അനേകം ജനങ്ങൾ നിരാശരായി തിരിച്ചു പോകുന്നതും കാണാമായിരുന്നു. പ്രദർശനം നടക്കുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് ഭാഗത്ത് കിലോമീറ്ററുകളോളം ചുറ്റളവിൽ നീണ്ട വാഹനങ്ങളുടെ നിരയും കാണാം. തൊടുപുഴയിൽ നടന്നുവരുന്ന സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് ഞായറാഴ്ച സെമിനാർ നടത്തി. തെങ്ങ് കൃഷിയും നാളികേര ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കാർഷിക പ്രവർത്തന ഗവേഷണങ്ങളും ചർച്ചകളും പരിപാടികളും എത്രമാത്രം ഉപകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെയേറെ സംഭാവന ഈ രംഗത്ത് നൽകുവാൻ ഗാന്ധിജി സ്റ്റഡി സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായി ഇതിനെ ഒരു മഹാപ്രസ്ഥാനമായി വളർത്തിയെടുത്ത നമ്മുടെ പ്രിയങ്കനായ ജലവിഭവ വകുപ്പ് മന്ത്രി, കേരള കോൺഗ്രസിന്റെ അധിഷ്ഠിതമായ ഒരു ചർച്ച വേറെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു സേവനമാണ് ഈ രംഗത്ത് ഗാന്ധിജി സ്റ്റഡി സെന്റർ സംഭാവന ചെയ്തിട്ടുള്ളത്. KRFED ചെയർമാൻ മനയത്ത് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ TK ജോസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, ഡോക്ടർ ജോർജ് V തോമസ്, ഡോക്ടർ V കൃഷ്ണകുമാർ, ഡോക്ടർ രമണി ഗോപാലകൃഷ്ണൻ, R ദീപ്തി, മാത്യു വർഗീസ്, ജോജി തോമസ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. സ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ജീവജ്യോതി തെളിയിച്ചു. മെഴുകുതിരി തെളിയിച്ച യൂത്ത് കോൺഗ്രസ് ലോക്സഭാ പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ജിയോ മാത്യു, നിയാസ് കുരാപ്പള്ളി, അക്ബർ TL തുടങ്ങിയവർ നേതൃത്വം നൽകി. പെൺകുട്ടിയുടെ നിര്യാണത്തിൽ ഭാരതത്തിലെ സഹോദരിമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. രാഷ്ട്രീയപരവും സാമൂഹികപരവുമായ സമ്പൂർണ്ണമായ സുരക്ഷ നിയമം വഴി ഉറപ്പുവരുത്തിയിട്ടുള്ള. തൊടുപുഴ മൂലമറ്റം സംസ്ഥാന പാതയിൽ കാറും ബസും കൂട്ടിമുട്ടി. മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ 7:15 തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തേക്ക് പുറപ്പെട്ട KSRTC ഓർഡിനറി ബസും കട്ടപ്പന ഭാഗത്തു നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോയ മാരുതി കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽപ്പെട്ട ബസ് റോഡിൽ തന്നെ മറിയുകയായിരുന്നു. കാർ യാത്രക്കാരായ കട്ടപ്പന കുറവന്തുരത്തിൽ ജയ്മോൻ, ഭാര്യ സാനി, മകൾ അലീന എന്നിവർക്ക് പരിക്കേറ്റു. ബസ് യാത്രക്കാരായ 6ഓളം പേർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തൊടുപുഴ താലൂക്ക് കൺവെൻഷൻ നടത്തി. തൊടുപുഴ PWD റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ദയാനന്ദ ബാബു ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഒരു റേഷൻ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു റേഷൻ ഡീലറെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. അവൻ പൈസ മുടക്കുന്നു, പൈസ മുടക്കി അത് വിതരണം ചെയ്യാൻ ശമ്പളക്കാരനെ നിയമിക്കുന്നു, മുറി വാടകയ്ക്കെടുക്കുന്നു, അവന് ജീവിക്കാൻ ആവശ്യമായത് നൽകുന്നുമില്ല. 1956 എൻ്റെ അച്ഛൻ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു. 1954 52 എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായി. അത് 48 എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് മത്സരിച്ചു. തിരുവിതാംകൂറിൽ തോറ്റുപോയി. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങോട്ട് ജയിച്ചു വന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് രാജശേഖർ പണിക്കർ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. AK അഷ്റഫ്, KA മുഹമ്മദ്, ND വർഗീസ്, അബ്ദുൾ നിയാസ്, കന്നിയപ്പൻ, ബേബി വട്ടക്കുന്നേൽ, TS കാസിം, EO മത്തായി, VA ജിന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC താലൂക്ക് കൺവെൻഷനും ക്ഷേമനിധി കാർഡ് വിതരണവും നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ KM ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബോധോദയം ഉണ്ടായി പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് ധാരണ വെച്ചുകൊണ്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും പരീക്ഷിച്ച് പരാജയപ്പെട്ട അതിന്റെ തിക്തഫലങ്ങൾ പല രൂപത്തിൽ അനുഭവിച്ചതിന് ശേഷമാണ് നമ്മളെ തേടി പുത്തൻ രൂപത്തിൽ പങ്കാളിത്ത പെൻഷൻ എത്തിച്ചേരുന്നത്. പങ്കാളിത്ത പെൻഷന്റെ ഭാഗമായി ലഭിക്കുന്ന പണം എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ദിവസം അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ധനകാര്യമന്ത്രിയോട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. ഗവൺമെന്റിന്റെ PK സോമൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി K സലീംകുമാർ, PP ജോയ്, ഗീത തുളസീധരൻ, PG വിജയൻ, KS സന്തോഷ്, KK രാഘവൻ, AB സണ്ണി, EC ബെൻസൺ, EK അജ്നാസ്, NJ കുഞ്ഞുമോൻ, സുമ രവി തുടങ്ങിയവർ പങ്കെടുത്തു. വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാമൂഹിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനുവരി 5 വഴിത്തലയിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിലെ നിരവധി ഉപകരണങ്ങൾ, അവിടുത്തെ ഡോറുകൾ, അതുപോലെ തന്നെ ഫാന്, 19 പരം പൈപ്പുകൾ, സ്കൂളിലെ ഉദ്യാന പൂച്ചട്ടികൾ ഇതെല്ലാം നശിപ്പിക്കുകയും ഒപ്പം തന്നെ അശ്ലീലങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്ത വളരെ മോശമായ, ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തി. അതുകൊണ്ട് തന്നെ വഴിത്തല കേന്ദ്രീകരിച്ച് വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഉയർന്നു വന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അറിയുന്നത്. വാർത്തകൾ തുടരുന്നു. ദില്ലിയിൽ പെൺകുട്ടി കൂട്ടമാനഭംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗവും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സംയുക്തമായി തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡോക്ടർ നസിയ ഹസൻ, സംസ്ഥാന സമിതി അംഗം നാഫിയ യൂസഫ്, ജില്ലാ സമിതി അംഗങ്ങളായ KS ഫെബിന, ഷംന ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ പ്രത്യാശ ഭവൻ ലഹരി വിമോചന കേന്ദ്രം 1ാം വാർഷികവും ബോധവൽക്കരണ സെമിനാറും നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്ത സെമിനാറിന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നേതൃത്വം നൽകി. പ്രിൻസ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഷാജൻ കുര്യാക്കോസ്, ടോമി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമാന്യം സുഖമായി ജീവിക്കുന്നവരുടെ വലിയൊരു കർത്തവ്യമാണ്. യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, he was a great healer, രോഗശാന്തി നൽകുന്നയാൾ. രോഗമായാൽ നമുക്കാർക്കും സാധാരണതയിൽ പെരുമാറാൻ കഴിയില്ല. അപ്പോൾ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട്. മാനസിക രോഗം,
ഇരയാകുന്നവരെ മറ്റുള്ളവർ സഹായിക്കും. 2012 വിട 1000 വിവാദങ്ങളും വിശേഷങ്ങളും സമ്മാനിച്ച് 2012 അവസാനിക്കുന്നു. പുതിയ പ്രതീക്ഷകളും ആഹ്ലാദങ്ങളും ഉയർത്തി ലോകമെങ്ങും പുതുവർഷത്തെ വരവേൽക്കുന്നു. മുല്ലപ്പെരിയാർ മുതൽ 100 രൂപയ്ക്ക് അമ്മ മകളെ വിറ്റ സംഭവം വരെ അരങ്ങേറിയ വർഷമാണ് ഇടുക്കി ജില്ലയിൽ. ഉരുൾപൊട്ടലുകളും തുടർചലനങ്ങളും ഇടുക്കിയുടെ നെഞ്ചിൽ തീകോരിയിട്ടു. പ്രതീക്ഷകളുടെ പൊൻവെളിച്ചം നിറഞ്ഞ പട്ടയമേളയും മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയും വേറിട്ട് നിന്നു. CPM മുൻ ജില്ലാ സെക്രട്ടറി MM മണിയുടെ വിവാദ പ്രസംഗം BBC വരെ എത്തിയതും അറസ്റ്റ് നടന്നതും ഈ വർഷം തന്നെ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങളുണ്ടാക്കിയതും പെരിഞ്ചാംകുട്ടിയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ സർക്കാരിന് തലവേദനയായതും ഈ വർഷം തന്നെ. കാഞ്ഞാർ പ്രോഗ്രസീവ് യൂത്ത് ക്ലബ്ബ് ഉദ്ഘാടനവും ക്യാരംസ് ടൂർണമെൻറ്റും നടത്തി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും നെഹ്റു യുവ കേന്ദ്രയുടെയും അഫിലിയേഷൻ ലഭിച്ച പ്രോഗ്രസീവ് യൂത്ത് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന SC/ST ചെയർമാൻ NK പുരുഷോത്തമൻ നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകത്ത് ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ നായർ ക്യാരംസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി ബിബി ജോസ് മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി തോമസ് കിഴക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TC ഗോപാലകൃഷ്ണൻ, ബിന്ദു അജയ് ഘോഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KN ഷിയാസ് എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് ക്ലബ്ബ് യൂണിയനാലും അങ്ങനെ മറ്റ് സാംസ്കാരിക സംഘടനകളൊക്കെ ആണെങ്കിലും നമുക്ക് ധാരാളം സഹായങ്ങൾ ലഭിക്കും. പക്ഷേ അതൊക്കെ യഥാസമയം വാങ്ങിക്കുകയും അതിന് പുറകെ നടന്ന് പ്രോജക്റ്റുകളുണ്ടാക്കി കൊടുക്കുകയും അതിനാവശ്യം അവർ പറയുന്ന എല്ലാ പരിശീലന പരിപാടികളും നടത്തുകയും അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഗവൺമെൻറ് ഫണ്ടിൽ നിന്നൊക്കെ എല്ലാം ഗ്രാൻറ്റുകൾ കിട്ടും. അപ്പോൾ അത്തരം ഗ്രാൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് വൈദ്യുതി ബോർഡിന്റെ ഭൂഗർഭ കേബിൾ മുറിഞ്ഞതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകോല 4 വരി പാതയിൽ സ്ഥാപിച്ചിരുന്ന കേബിളാണ് മുറിഞ്ഞത്. സ്വകാര്യ ടെലിഫോൺ കമ്പനി കേബിൾ സ്ഥാപിക്കുന്നതിന് റോഡ് കുഴിക്കുന്നതിനിടയിലാണ് വൈദ്യുതി കേബിൾ മുറിഞ്ഞത്. ഇവർ കേബിൾ മുറിഞ്ഞത് വൈദ്യുതി ബോർഡ് അധികൃതരെ അറിയിക്കാത്തത് മൂലം 3 ദിവസത്തോളം തൊടുപുഴയിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുകയുണ്ടായി. ശനിയാഴ്ചയാണ് കേബിൾ മുറിഞ്ഞത്. ഞായറാഴ്ച കേബിൾ യോജിപ്പിച്ചതിനെ തുടർന്നാണ് വൈദ്യുതി വിതരണം സാധാരണഗതിയിലായത്. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെയും തൊടുപുഴ ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പിന് തൊടുപുഴ CI സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. കണ്ണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ കണ്ണ് സംരക്ഷിക്കേണ്ട ആവശ്യത എല്ലാ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്. കണ്ണുള്ളവർ ശരിക്കും കാണുന്നില്ല, കണ്ണില്ലാത്തവരാണ് ശരിക്കും കാണുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊന്നും കാണുന്നില്ല. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ കണ്ടത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല. അപ്പോൾ കണ്ട് മനസ്സിലാക്കുവാൻ നമ്മുടെ കാഴ്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും കാഴ്ച കൂട്ടുവാനും ഈ കാഴ്ച നമ്മൾ നല്ലവണ്ണം കാണുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞല്ലോ, നമ്മുടെ പോലീസ് കണ്ണടിച്ച് ഓട്ടിക്കുന്ന പോലീസായിരുന്നു മാറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ചിരിക്കുന്നുണ്ട്. കാരണം പോലീസിനെ കുറിച്ചുള്ള ചിത്രം ആരുടെയും മനസ്സിൽ മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണം. KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് അഗസ്റ്റിൻ, ജോർജ് താന്നിക്കൽ, ഷാജു പോൾ, CA അബ്ദുൽ കരീം, ജോർജ് തുരുത്തിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവെട്ടി മലയോരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതുവത്സര സന്ദേശ റാലിയും കേക്ക് വിതരണവും നടത്തി. പുതുവത്സര ആഘോഷ പരിപാടികൾക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് TC മത്തായി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വർക്കി പതിക്കാട്ടിൽ, ട്രഷറർ ഷാജി ഞാളൂർ, ബിനോ ജോസഫ്, മേരി തോമസ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴയിൽ നടന്നുവരുന്ന കാർഷിക മേളയിൽ തിരക്കേറുന്നു. ഞായറാഴ്ച നടന്ന സെമിനാർ മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മൂലമറ്റം റോഡിൽ മുട്ടത്ത് കാറും KSRTC ബസും കൂട്ടിയിടിച്ചു. 10ഓളം പേർക്ക് പരിക്ക്. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC തൊടുപുഴ താലൂക്ക് കൺവെൻഷൻ നടത്തി. ES ബിജിമോൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മയിലക്കൊമ്പ് പ്രത്യാശ ഭവൻ ലഹരി വിമോചന കേന്ദ്രം വാർഷികം ആഘോഷിച്ചു. മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി.
2012 വിട. പുത്തൻ പ്രതീക്ഷകളുമായി 2013 കടന്നു വരുന്നു. കാഞ്ഞാർ പ്രോഗ്രസീവ് യൂത്ത് ക്ലബ് പ്രവർത്തനം തുടങ്ങി. MK പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വഴുത്തല സീക്കോ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. സീക്കോ വഴുത്തല ജേതാക്കളായി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.